അടിമുടി പ്രവചനാതീതനായ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ എല്ലാ നീക്കങ്ങളും വിവാദങ്ങളാകുന്നുണ്ടെങ്കിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുന്ന ഒരു തീരുമാനത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് നിലവിൽ ട്രംപ്. US കയറ്റുമതി ചെയ്യുന്ന കനേഡിയൻ മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ട്രംപിന്റെ പുതിയ തീരുമാനം. അതേസമയം തന്നെ ഇതിനകം താരിഫ് നേരിടുന്ന ചൈനക്ക് 10% അധിക ഭാരം കൂടി ചുമക്കേണ്ടി വരും. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് പ്രകാരമാണ് ട്രംപിന്റെ നിലവിലുള്ള നടപടികൾ. ട്രംപിന്റെ ഈ തീരുമാനത്തെ അത്ര നല്ല രീതിയിലല്ല ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. മെക്സിക്കോ, കാനഡ പോലുള്ള രാജ്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ അതിനോട് എതിരിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ട്രംപിന്റെ ഏകപക്ഷീയമായ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് പോലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ വ്യാപാര സമ്പ്രദായങ്ങളോട് പ്രതികരിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സംഘട്ടനത്തെയാണ് വ്യാപാര യുദ്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു രാജ്യത്തിനെതിരെ ഉപരോധം പുറപ്പെടുവിക്കുന്നതിനോ ഒരു രാജ്യത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനോ ഒരു വ്യാപാര യുദ്ധം സാമ്പത്തിക മാർഗങ്ങളായിക്കൊണ്ട് ഉപയോഗിക്കുന്നു. എന്നാൽ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള മതിയായ കഴിവില്ലാതെ ഇറക്കുമതിക്ക് ഉയർന്ന താരിഫ് പുറപ്പെടുവിക്കുന്നത് ഒരു രാജ്യത്തെ പൗരന്മാർക്ക് അടിസ്ഥാന സാധനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾക്ക് ഉയർന്ന വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിന് കളമൊരുക്കുന്നു. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 25% താരിഫ് പ്രഖ്യാപിക്കുകയും ചൈനീസ് ഇറക്കുമതിയുടെ പങ്കിന് 10% അധിക താരിഫും ചുമത്തിയതോടെ US നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് 25% പ്രതികാര താരിഫ് ചുമത്തി കാനഡ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ മെക്സിക്കോയും തയ്യാറാവുകയാണ്. ഈ താരിഫുകളുടെ പുനർക്രമീകരണം അടിസ്ഥാന വസ്തുക്കൾ ശരാശരി പൗരന് ചെലവേറിയതായി മാറുകയും ജീവിത ചെലവുകൾ അധികരിക്കുകയും ചെയ്യാൻ കാരണമാകുന്നു. ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ചൈനയും പ്രതികാര താരിഫുകൾ നൽകാനുള്ള ആലോചനയിലാണ്. ട്രംപ് ലക്ഷ്യമിടുന്ന 3 രാജ്യങ്ങൾ അമേരിക്കയുടെ ഏറ്റവും വലിയ 3 വ്യാപാര പങ്കാളികളായതിനാൽ US ഇറക്കുമതിയുടെ 1/3 വരുന്നത് അവിടങ്ങളിൽ നിന്നാണ്. മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് വിതരണം ചെയ്യുന്ന സാധാരണ ഉൽപ്പന്നങ്ങളിൽ പഴങ്ങളും പച്ചക്കറികളും മാംസങ്ങളും ഗ്യാസും ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ, തടി, ബിയർ, സ്പിരിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് അമേരിക്കൻ കുടുംബങ്ങൾക്ക് വലിയ വിലവർധന ഭീഷണി നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താരിഫ് നിരക്ക് ഉയർത്തിയ അമേരിക്കയുടെ തീരുമാനത്തിന്റെ ആദ്യഘട്ട അനുരണനങ്ങൾ എന്ന നിലക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം 67 പൈസ ഇടിഞ്ഞ് 87.29 എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. തുടർച്ചയായ വിദേശ ഫണ്ടൊഴുക്കും അമേരിക്കൻ കറൻസിയുടെ വിശാലമായ ശക്തിയും കാരണം രൂപയ്ക്ക് മേലുള്ള സമ്മർദ്ദം തുടരുന്നു. അതേസമയം ചൈനയ്ക്ക് മേലുള്ള US താരിഫ് വർധനവ് ഇന്ത്യക്കൊരു അവസരം സൃഷ്ടിക്കുമെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ആ അവസരം മുതലെടുക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതും. പക്ഷേ ഇതെല്ലാം US അടുത്ത നടപടിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതും വിലയിരുത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്.